നമസ്കാരം. എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യുകെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ജെഫ്രി എപ്സ്റ്റീൻ ലൈംഗിക പീഡന കേസിലെ ഇരകളോട് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പരസ്യമായി ക്ഷമ ചോദിച്ചു. ലോർഡ് മാൻഡൽസിന്റെ നുണകൾ വിശ്വസിച്ച് അദ്ദേഹത്തെ അമേരിക്കയിലെ ബ്രിട്ടന്റെ അംബാസഡറായി നിയമിച്ചതിൽ തനിക്ക് ഗുരുതരമായ പിഴവുണ്ടായതായും സ്റ്റാമർ സമ്മതിച്ചു. പ്രാദേശിക വികസന ഫണ്ടിംഗ് സംബന്ധിച്ച പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പാണ് വിഷയത്തിൽ ഉയർന്ന വിമർശനങ്ങൾ നേരിട്ട് അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പ്രതികരിച്ചത്. ലോർഡ് മാൻഡൽസിന്റെ എപ്സ്റ്റീനുമായി ബന്ധമുണ്ടെന്ന കാര്യം നേരത്തെ തന്നെ പൊതുജനങ്ങൾക്കറിയാമായിരുന്നുവെങ്കിലും ആ ബന്ധത്തിന്റെ ആഴവും ഇരുണ്ട വശങ്ങളും ആരും അറിഞ്ഞില്ല എന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. മാൻഡൽസിനെ നിയമിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ഇപ്പോൾ അറിയുന്ന കാര്യങ്ങൾ അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ നിയമനം നടക്കില്ലായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെവി ബെഡ്നോ സ്റ്റാമറുടെ നിലപാട് അംഗീകരിക്കാനാകാത്തതാണെന്ന് വിമർശിച്ചു. എന്നാൽ എപ്സ്റ്റീൻ കേസിലെ അതിജീവിതയായ മറീന ലെസേർദ ദേശീയ ടെലിവിഷനിലൂടെ പിഴവ് സംബന്ധിച്ച് ക്ഷമ ചോദിച്ചതിന് പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. ചാഗോസ് ദ്വീപുകൾ മൌറീഷ്യസിന് കൈമാറുന്നതിനും പ്രധാന സൈനിക താവളം തിരികെ പാട്ടത്തിന് നൽകുന്നതിനുമുള്ള യുകെയുടെ കരാറിന് അമേരിക്കയുടെ പിന്തുണയുണ്ടെന്ന് ഡൌണിംഗ് സ്ട്രീറ്റ്. ഡൊണാൾഡ് ട്രംപ് ഈ നീക്കത്തിന് അംഗീകാരം നൽകിയെന്നും കരാറിന് പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ചതെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തതായി അറിയിച്ചു. കരാറിനെ വലിയ മണ്ടത്തരമെന്ന് വിശേഷിപ്പിച്ച യുഎസ് പ്രസിഡന്റ് തന്റെ പിന്തുണ പിൻവലിക്കുമോ എന്ന ആശങ്ക പ്രചരിച്ചതിന് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് ഇത്. ഇതിനുശേഷം ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ തമ്മിൽ കൂടുതൽ ചർച്ചകൾ നടന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. അതിനുശേഷമാണ് കരാർ നടപ്പിലാക്കുന്നതിൽ ബ്രിട്ടനും അമേരിക്കയും അടുത്ത് സഹകരിച്ച് പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമാക്കി. കഴിഞ്ഞ വർഷമാണ് ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം ബ്രിട്ടൻ മൌറീഷ്യസിനെ കൈമാറുമെന്നും ഏറ്റവും വലിയ ദ്വീപായ ഡിയാഗോ ഗാർഷ്യയിലെ സംയുക്ത സൈനിക താവളം 99 വർഷത്തേക്കുള്ള പ്രാരംഭ ലീസിൽ ബ്രിട്ടൻ നിലനിർത്തുമെന്ന കരാർ പ്രഖ്യാപിച്ചത്. ഈസ്റ്റ് യോർക്ക്ഷയർ തീരത്ത് ചരക്കുകപ്പൽ അപകടത്തിൽപ്പെട്ട കേസിൽ ക്യാപ്റ്റന് 6 വർഷം തടവ് ശിക്ഷ വിധിച്ചു. കേസിൽ ഗുരുതര അശ്രദ്ധ മൂലം നടന്ന നരഹത്യയ്ക്ക് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ചരക്കുകപ്പൽ ക്യാപ്റ്റന് തടവ് ശിക്ഷ വിധിച്ചത്. റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നുള്ള വ്ളാദിമിർ മൊഡിൻ എന്നയാളെയാണ് ലണ്ടനിലെ ഓൾഡ് ബെയിലി കോടതി കുറ്റക്കാരനായി കണ്ടെത്തിയത്. 2025 മാർച്ചിലാണ് സംഭവം ഉണ്ടായത്. സോളിംഗ് എന്ന ചരക്കുകപ്പലിന്റെ ക്യാപ്റ്റനായിരുന്ന മൊഡിൻ അമേരിക്കൻ ടാങ്കർ കപ്പലായ സ്റ്റെന മാക്വിലേറ്റുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ അപകടത്തിൽ മാൻകാൻചലോ ബെർണിയ എന്ന 38 വയസ്സുകാരനെ കാണാതാവുകയും പിന്നീട് അദ്ദേഹം മരണപ്പെട്ടതായി കരുതപ്പെടുകയും ചെയ്തിരുന്നു. ഈ അപകടത്തിൽ മൊഡിൻ കൂട്ടിയിടിയുടെ അപകട സാധ്യത വിലയിരുത്തുവാൻ ലഭ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചില്ലെന്നും അപകടം ഒഴിവാക്കുവാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെന്നും വിചാരണ കോടതി കണ്ടെത്തി. ലിങ്കൺഷെയറിലെ ബോസ്റ്റണിൽ തെരുവിൽ കളിക്കുകയായിരുന്ന 9 വയസ്സുകാരിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ യുവാവിനെ കോടതി കുറ്റക്കാരനായി കണ്ടെത്തി. 2022 ജൂലൈ 28-ന് അമ്മ ജോലി ചെയ്തിരുന്ന കടയ്ക്ക് പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന ലിലിയ വാലു ടൈറ്റയെയാണ് ഡിയഡാസ് സ്കെബാസ് എന്ന 26-കാരൻ കുത്തിക്കൊലപ്പെടുത്തിയത്. ലിങ്കൺ ക്രൗൺ കോടതിയാണ് സ്കെബാസിനെ കൊലപാതക കുറ്റത്തിൽ കുറ്റക്കാരനാണെന്ന് വിധിച്ചത്. ലിലിയെ കൊലപ്പെടുത്തിയതായി സ്കെബാസ് നേരത്തെ കുറ്റം സമ്മതിച്ചിരുന്നുവെങ്കിലും തന്റെ മാനസികാവസ്ഥ തകരാറിലായിരുന്നെന്നും കൊലപാതക കുറ്റം പിന്നീട് നിഷേധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വാദം കോടതി തള്ളിക്കളഞ്ഞു. ഫെബ്രുവരി 25-നാണ് കോടതി ശിക്ഷ വിധിക്കുക. യുകെ സർക്കാരിന്റെ ഔദ്യോഗിക എൻഡോഴ്സ്മെന്റ് ബോഡി നൽകുന്ന ഇന്നോവേറ്റർ ഓഫ് ദി ഇയർ ബഹുമതിക്ക് അർഹരായി മലയാളി സംരംഭകർ. കേരളത്തിൽ നിന്നുള്ള ഹെർമർച്ചീസ് ബാലൻ, സിറിൽ റോയി എന്നിവരാണ് ബഹുമതിക്ക് അർഹരായത്. യുകെയിലെ ആരോഗ്യരംഗം നേരിടുന്ന ഗുരുതര വെല്ലുവിളികൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ലക്ഷ്യബോധമുള്ള സംരംഭം വികസിപ്പിച്ചതിനാണ് ഇന്നോവേറ്റർ ഓഫ് ദി ഇയർ ബഹുമതിക്ക് ഇവർ അർഹരായത്. യുകെ ഗവൺമെന്റ് നൽകുന്ന ഇന്നോവേറ്റർ ഫൌണ്ടർ വിസയിലൂടെ ഇംഗ്ലണ്ടിലെത്തുകയും ഇത്തരം ആശയങ്ങളെ മികച്ച സംരംഭമാക്കി മാറ്റുകയും ചെയ്യുന്നവരെയാണ് ഈ പുരസ്കാരത്തിനായി തെരഞ്ഞെടുക്കുക. 10 വിഭാഗങ്ങളിലായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 250-ലധികം സ്റ്റാർട്ടപ്പുകളിൽ നിന്നാണ് മലയാളി സംരംഭകർ പുരസ്കാരത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. തൃശൂർ എങ്ങാലക്കുട സ്വദേശിയാണ് ഹെർമർച്ചീസ്. സിറിൽ കോട്ടയം കൈപ്പുഴ സ്വദേശിയാണ്. യുകെയിലെ കവൻട്രിയിൽ നിന്നും കാണാതായ മലയാളി യുവാവ് വിഷ്ണു ജയകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയോടെയാണ് വിഷ്ണുവിനെ കാണാതായെന്ന വിവരം അധികൃതർ അറിയുന്നത്. മരണകാരണം ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. കൊലപാതകം ഉൾപ്പെടെയുള്ള സംശയങ്ങൾ പുറത്തുവരുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. വിശദമായ അന്വേഷണം നടക്കുകയാണ്. ഡേറ്റാ സയൻസിൽ മാസ്റ്റർ ഡിഗ്രി ചെയ്യുവാൻ 2022-ലാണ് വിഷ്ണു യുകെയിലെത്തുന്നത്. തുടർന്ന് കോഴ്സ് പാസ്സായ ശേഷം പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിലാണ്
വിഷ്ണു നിൽക്കുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം പുറത്തുപോയ വിഷ്ണുവിനെ പിന്നീട് കാണാതാവുകയായിരുന്നു. കവൻട്രിയിലെ സ്വാൻ ലേക്ക് സമീപത്താണ് വിഷ്ണുവിനെ അവസാനമായി കണ്ടത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിയാണ് വിഷ്ണു. അണ്ടർ-19 ലോകകപ്പിൽ 6ാം കിരീടം ലക്ഷ്യമിട്ട ഇന്ത്യ. ഹരാരെ സ്പോർട്സ് ക്ലബ് ഗ്രൌണ്ടിൽ നടക്കുന്ന കിരീട പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. സെമി ഫൈനലിൽ അഫ്ഗാനിസ്ഥാനെ തകർത്ത ആത്മവിശ്വാസത്തിലാണ് ക്യാപ്റ്റൻ ആയുഷ് മാത്രയും സംഘവും ഇറങ്ങുക. ടൂർണമെന്റിലുടനീളം തകർപ്പൻ ഫോമിലുള്ള ഇന്ത്യയുടെ ബാറ്റിംഗ് നിര തന്നെയാണ് ടീമിന്റെ പ്രധാന കരുത്ത്. തിരുവനന്തപുരത്ത് യുവാക്കളെ ഇടിച്ച് തെറിപ്പിച്ചത് നടൻ മണിയൻ പിള്ളരാജുവിന്റെ കാർ. വാഹനത്തിന്റെ RC ഓണറുടെ പേര് സുധീർ കുമാർ എന്ന്. മണിയൻ പിള്ളരാജുവിന്റെ യഥാർത്ഥ പേരാണ് സുധീർ കുമാർ. അപകടത്തിന് ശേഷം കാർ നിർത്താതെ പോയിരുന്നു. ട്രിവാൻഡ്രം ക്ലബിന് മുന്നിൽ ഇന്നലെ രാത്രിയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 2 യുവാക്കൾക്ക് സാരമായി പരിക്കേറ്റിരുന്നു. ഇവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യത്തിലിറങ്ങിയ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന ജാമ്യവ്യവസ്ഥ പ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഹാജരാകുന്നത്. അതേസമയം തന്ത്രിയുടെ ജാമ്യ ഹർജി എതിർത്തുകൊണ്ടുള്ള SITയുടെ റിപ്പോർട്ട് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകും. തിങ്കളാഴ്ചയാണ് ഹർജിയിൽ വാദം കേൾക്കുക. വയനാട് മാനന്തവാടിയിലെ എഴുമത്തിരിവിൽ കാറിൽ തീ കൊളുത്തി കുടുംബത്തിന്റെ ആത്മഹത്യാശ്രമം. സംഭവത്തിൽ കണ്ണൂർ തലശ്ശേരി സ്വദേശി സജീർ മരണപ്പെട്ടു. പൊള്ളലേറ്റ ഭാര്യ നജ്മുനീസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ രാത്രി 11:30യോടെയായിരുന്നു സംഭവം. ഫയർഫോഴ്സ് എത്തി തീയണച്ചാണ് സജീറിന്റെ മൃതദേഹം പുറത്തെടുത്തത്. മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.